പിന്നെ നമ്മുടെ ചരിത്രം കാത്തു സൂക്ഷിക്കണം. ഇന്ത്യക്ക് ഇന്ത്യയുടേതായ ഒരു ചരിത്രമുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഈ രാജ്യത്തെ എല്ലാവരും കൂടി പടപൊരുതി വാങ്ങിയതാണ്. ഈ രാജ്യം എല്ലാവരും കൂടി കെട്ടിപ്പടുത്തതാണ്. ഈ രാജ്യത്തേക്ക് പല രാജ്യത്തു നിന്നും ആളുകളും സമുദായങ്ങളും കടന്നു വന്നതുമാണ്. ഇന്നുള്ള നമ്മുടെ രാജ്യം കെട്ടിപ്പടുക്കുന്നതിൽ, വളർത്തിയതിൽ എല്ലാ സമുദായങ്ങൾക്കും വലിയ പങ്കുണ്ട്. ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കുമൊക്കെ. ജനസംഖ്യയുടെ അനുപാതം വെച്ച് നോക്കുമ്പോൾ മുസ്ലിങ്ങളുടെ സംഭാവന വളരെ വലുതാണ്. കേരളത്തിലും അങ്ങനെ തന്നെയാണ്. നോക്കൂ, കേരളത്തിന്റെ സാമുദായിക സൗഹാർദ്ദം എത്ര മനോഹരമാണ്. ഈ സൗഹാർദ്ദം തകർക്കുന്ന വിധത്തിൽ കേരള ഹിസ്റ്ററി സിനിമയുണ്ടാക്കി പ്രദർശിപ്പിച്ചിട്ട് കാര്യമില്ല. ജനങ്ങൾ അംഗീകരിക്കില്ല. കാരണം നമുക്കറിയാം, കൊറോണക്കാലത്ത്, പ്രളയകാലത്തൊക്കെ മുസ്ലിം പള്ളികളിലാണ് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും താമസിച്ചിരുന്നത്, സ്ത്രീകൾ ഉൾപ്പെടെ. ക്രിസ്ത്യൻ ചർച്ചുകളിലാണ് മുസ്ലിങ്ങൾ ജുമാ നടത്തിയിരുന്നത്. ഹൈന്ദവ ക്ഷേത്രങ്ങളോടനുബന്ധിച്ചുള്ള സ്ഥാപനങ്ങളിലാണ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും താമസിച്ചിരുന്നത്. നമ്മൾ ദുഃഖത്തിലും സന്തോഷത്തിലും നമ്മൾ ഒന്നാണ്. കേരളത്തിന്റെ ഹിസ്റ്ററി അതാണ്, റിയൽ ഹിസ്റ്ററി. അത് മറച്ചു വെച്ചുകൊണ്ട് എവിടെയെങ്കിലും ആരെങ്കിലും പ്രണയത്തിൽ പറ്റിയിട്ടുണ്ട് അല്ലെ, അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഇന്റലിജൻസ് വിഭാഗം നൽകിയ റിപ്പോർട്ട് എന്താണെന്നറിയാം? There is love but no jihad. അത് ലവ് ജിഹാദ് എന്നൊരു സാധനം ഉണ്ടാക്കിയെടുത്തു. There is love, അത് ശരിയാണ്. അത് ജാതിയും മതവും ഭാഷയൊന്നും നോക്കാതെ, വൻകര പോലും നോക്കാതെ പ്രേമം നടക്കുന്നുണ്ട്. അത് ഓരോരുത്തരും കരുതിക്കൊള്ളുക. ഏതെങ്കിലും കെണി ചെന്ന് ചാടുന്നത് അതൊരു സാമുദായിക വിഷയമല്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടാവും. പക്ഷെ there is no ജിഹാദ്. അതിന്റെ പേരിൽ ഒരു ജിഹാദൊന്നുമില്ല ഇവിടെ. ആരും അതിന് പ്രവർത്തിക്കുന്നില്ല, അതിന് ആവശ്യവുമില്ല. അങ്ങനെ മതത്തിലേക്ക് ആളുകൾ വരേണ്ടതുമില്ല. ഇതും യഥാർത്ഥത്തിലുള്ള നമ്മുടെ ഹിസ്റ്ററി രേഖപ്പെടുത്തുന്നതിന് ആവശ്യമാണ്.